ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ CPI 20 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാക്കാൻ സംഘടനാ സംവിധാനം ശക്തമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നുകഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. CPI നേതൃയോഗത്തിലാണ് തീരുമാനം. 20 മണ്ഡലങ്ങളിലും LDFിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനയെ എല്ലാ ഘടകങ്ങളെയും, എല്ലാ സഭാക്കളെയും, എല്ലാ അനുഭാവികളെയും ഒറ്റക്കെട്ടായി പ്രകടനത്തോടെ അണിനിരത്താനാണ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ നിമിഷാർത്ഥം കൊണ്ട് ആ മെഷീനറി ജനങ്ങളിലേക്ക് എത്തും. നിർണായകമായ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി RSSും BJPയും ആണോ? അത് രണ്ടല്ല ഒന്നാണ്. അതുകൊണ്ട് RSS BJP ആണോ കോൺഗ്രസിൻ്റെ നമ്പർ 1 എനിമി, അതോ ഇടതുപക്ഷമാണോ? വ്യക്തമാക്കട്ടെ കോൺഗ്രസ്. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, LDFിൽ സീറ്റ് വിഭജനം ഇന്നലെ പൂർത്തിയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ മറ്റു നടപടികളിലേക്ക് CPI കടക്കുകയാണല്ലോ. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും CPIയുടെ ഈ തിരഞ്ഞെടുപ്പ് ഒരുക്കം? പ്രവിത, കഴിഞ്ഞ 3 ദിവസമായി ചേർന്ന CPIയുടെ നേതൃയോഗമാണ് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് എക്സിക്യൂട്ടീവിലും അതിനുശേഷം നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഉണ്ടായിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലും LDFിന്റെ വിജയം ഉറപ്പാക്കാനുള്ള സംഘടനാ സംവിധാനം ശക്തമാക്കാൻ തീരുമാനിച്ചു. ജില്ലാ തലത്തിൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കും. ജനങ്ങൾ LDFിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് നേതൃയോഗത്തിന്റെ ഒരു പൊതുവായ വിലയിരുത്തൽ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇത് നവകേരള യാത്രയിലും ഡൽഹി സമരത്തിലും കണ്ട വിശ്വാസമാണിത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ കൂടി സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും മനസ്സിലാകാത്ത BJP സ്നേഹമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുള്ളത് എന്നുള്ളതാണ് ബിനോയ് വിശ്വം ആരോപിച്ചിരിക്കുന്നത്. 20 മണ്ഡലവും CPIക്ക് പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടി നൽകേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യ എതിരാളി ആര് എന്നത് സംബന്ധിച്ചായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുകയുണ്ടായി. പ്രവിത, ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.